നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സംബന്ധിച്ചും നല്ലൊരാഴ്ചയാണ് കടന്നുപോയതെന്ന് ഞാൻ വിചാരിക്കുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ ഉയർന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘടനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അത് സീസ് ഫയറിലേക്ക് വന്നു. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ താരിഫ് യുദ്ധം ഏകദേശം കാറ്റുപോയ പോലെയാണ്. ഇപ്പോഴതൊരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ചൈനയുമായിട്ട് 90 ദിവസത്തേക്ക് അവർ ടാരിഫ് നിർത്തലാക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ സംഭവവികാസങ്ങളും യഥാർത്ഥത്തിൽ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറി. 24,800 പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് 25,000 മുകളിലേക്ക് വന്നു. 25,200 മുകളിൽ മാർക്കറ്റ് വന്നു. അതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വിൽപ്പനയാണ് 25,000 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. മാർക്കറ്റ് ഒന്ന് ഉയർന്നു പോകാൻ തയ്യാറായി നിന്ന സമയത്താണ് യഥാർത്ഥത്തിൽ താരിഫ് യുദ്ധമായിട്ട് ട്രംപ് വന്നത്. അതിനു കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും വന്നു. ഇത് രണ്ടും മാർക്കറ്റിനെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊരു അവസരം വന്നത് ഈ സീസ് ഫയറോടുകൂടി അതിന് മുന്നേറാനൊരു അവസരം വന്നു. അത് മാർക്കറ്റ് നല്ല രീതിയിൽ മുതലെടുത്തു, മുന്നോട്ട് കുതിക്കുക തന്നെ ഉണ്ടായി. സെൻസെക്സ് ഒക്കെ 3000 പോയിന്റോളമാണ് ഈ ഒരാഴ്ച കടന്നുപോയത്. 24,400 മുകളിൽ നിന്ന് 25,000 മുകളിലേക്ക് വന്നു. നിഫ്റ്റി നല്ല മുന്നേറ്റം ഉണ്ടായി. അത് പല സെക്ടറുകളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനായി. അത് തന്നെയല്ല, ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ഉണ്ടായതിനേക്കാൾ മുന്നേറ്റം മിഡ് ക്യാപ്പ് ഓഹരികളിലും സ്മാൾ ക്യാപ്പ് ഓഹരികളിലും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ലാർജ് ക്യാപ്പ് നിഫ്റ്റിയും മൈനസ് ആയപ്പോൾ പോലും മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും ഒക്കെ ഉയർന്നു നിന്നു, അല്ലെങ്കിൽ പോസിറ്റീവായിരുന്നു. കാരണം അത്തരം കമ്പനികളിലേക്ക് ആളുകൾ വീണ്ടും ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഫൻസ് സ്റ്റോക്കുകളാണ്. ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയുണ്ടെന്ന് ഡിഫൻസ് സ്റ്റോക്കുകളാണ് തെളിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിനുണ്ടാകുന്ന ഒരു ഉയർച്ചയുണ്ട്. അത് ഈ ഡിഫൻസ് സ്റ്റോക്കുകൾ വഴി ആണ് ഉണ്ടാകുന്നത്. പക്ഷേ അതെല്ലാത്തിനും ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേൾഡ് മാർക്കറ്റിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു സ്റ്റാമ്പ് ഒരു ഹാൾമാർക്കായി മാറുന്ന ഒരവസരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ യുദ്ധം മാർക്കറ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചും പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഭവിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ചില സൂക്ഷ്മമായ നമ്മളുടെ പ്രിസൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുണ്ടായ കഴിവ്, അത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും മേന്മ കൂടി തെളിയിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിനുണ്ടാകുന്ന ഒരു ഉയർച്ചയുണ്ട്. അത് വേൾഡ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും സ്വാധീനിക്കാനിടയുള്ളതാണ്. ഇനി വരും കാലങ്ങളിൽ നമ്മൾക്കത് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്ന്, മാർക്കറ്റ് ഇത്രയും ഉയർന്നു പോയപ്പോഴും പല ലാർജ് ക്യാപ്പ് കമ്പനികളും അത്ര വലിയ ഉയർച്ചയൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ ചില കമ്പനികൾ നല്ല റിസൾട്ട് വന്നപ്പോൾ പോലും ഉയരാതെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവയുടെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ അന്നേരത്തെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ബൈയിങ് വരുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് കരുതിയാൽ മതി. നല്ല ഷെയറുകൾ നല്ല റിസൾട്ട് തന്നത് നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ളതിന് സംശയമില്ല. ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നല്ല റിസൾട്ട് കൊണ്ടുവന്നു ഫോർത്ത് ക്വാർട്ടറിൽ. പക്ഷെ അവ അതേ രീതിയിൽ മുന്നേറിയെന്ന് പറയാനാവില്ല. അതുപോലെ ഉള്ള പല കമ്പനികളുമുണ്ട്. പിന്നെ ചില ന്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നല്ലതാവുന്ന ചില ന്യൂസുകളെ ഒന്ന് പരിചയപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട്
ഡേറ്റാസ് വന്നിരുന്നു. അതിൽ എക്സ്പോർട്ട് 9.1% ഉയരുകയുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7 മാസത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയെന്നുള്ളതാണ് എക്സ്പോർട്ട്. പക്ഷേ ഇമ്പോർട്ട് അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കയറ്റുമതി ഉണ്ടായത് 38.5 ബില്യൺ ആണെങ്കിൽ ഇമ്പോർട്ട് ഉണ്ടായത് 64.9 ബില്യനാണ്. അപ്പോൾ 26.4 ബില്യൻ്റെ ഡെഫിസിറ്റാണ് ഉണ്ടായത്. അത് കൂടുകയാണ് ചെയ്തത്. അത് വർഷാവർഷത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 19% കൂടി, അതായത് ഡെഫിസിറ്റ്. പിന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് കാറിൻ്റെ ഡെസ്പാച്ച്, അതായത് കമ്പനികൾ ഡീലർമാരിലേക്ക് നൽകുന്ന കാറിൻ്റെ ഡെസ്പാച്ച് 4% ഏപ്രിൽ കൂടുകയുണ്ടായി എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. ITC ഹോട്ടൽസ് ഞാൻ പറഞ്ഞിരുന്ന ഒരു ഷെയറാണ്, ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ITCയുടെ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും കിട്ടിയ ഷെയറാണിത്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. അതിൻ്റെ പുതിയ ലാഭനഷ്ട കണക്കുകളൊക്കെ വരുന്നേ ഉള്ളൂ ലിസ്റ്റിംഗ് ആയതിനു ശേഷം. അപ്പോൾ ഈ തവണത്തെ ക്വാർട്ടറിലെ റിസൾട്ട്, ഫോർത്ത് ക്വാർട്ടറിലെ റിസൾട്ട് വന്ന് വളരെ ഗംഭീരമായ റിസൾട്ടായിരുന്നു. നല്ല രീതിയിൽ അത് മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. 41% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. അതേസമയം റവന്യൂ 29% ഉയർന്നു. 1099 കോടിയിലേക്ക് എത്തി. ഈ ക്വാർട്ടറിലേത് 21% ഉയരുകയുണ്ടായി. ആ ഷെയറാണ് 202 രൂപയിൽ നിൽക്കുന്ന ITC ഹോട്ടൽസ്. ഇതുപോലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിന്നുള്ള പുതിയ എൻട്രിയാണിത്. പുതിയ എൻട്രി എന്ന് പറഞ്ഞാൽ ITCയുടെ ഭാഗമായിരുന്നത് അത് ഡിമർജ് ചെയ്താണ് ITC ഹോട്ടൽസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ പുതിയ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ആ റിസൾട്ടിനോട് കൂടി അതിൻ്റെ ഷെയർ പതുക്കെ ഉയരും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് ITC ഹോട്ടൽസ്. അത് ഇത്ര ശതമാനം ഉയരുമെന്നോ അങ്ങനെയല്ല. കാലങ്ങൾ നമ്മൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റായിരിക്കും എന്ന് തോന്നുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റ് അതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ ITC ഹോട്ടൽസ് ഈ ഡീമർജറോട് കൂടി അത് കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അതിന് നല്ലൊരു വളർച്ചയുണ്ടാകുന്നുണ്ട്. അത് ശ്രദ്ധിക്കാവുന്ന ഒരു ഓഹരിയാണ്. പിന്നെ നമ്മളുടെ ഫോറക്സ് റിസർവിൽ വളർച്ചയുണ്ടായി. 4.5 ബില്യൺ ആഡ് ചെയ്യപ്പെട്ടു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ 691 ബില്യൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഫോറക്സ് റിസർവ്. അത് ഈ കഴിഞ്ഞ 6 മാസത്തേൽ ഏറ്റവും കൂടിയ ലെവലിലേക്ക് വന്നു. ഏകദേശം ഇതിനടുത്തേക്ക് വരികയാണ്. ഏറ്റവും ടോപ്പായിരുന്നു 708 ബില്യണിലായിരുന്നു. അതിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ട്രേഡ് മാർക്ക് ഉണ്ടാക്കി അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയാണല്ലോ വിൽപ്പനയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൈന 1-ാം സ്ഥാനത്ത്, US 2-ാം സ്ഥാനത്ത്, ഇന്ത്യ 3-ാം സ്ഥാനത്ത്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ അത് ഇന്ത്യയിലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എത്രയായിരുന്നു വെച്ചാൽ 5.4 lakhs ആണ് ഉണ്ടായി. അതേസമയം ചൈന 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയുടേതോ 68 ലക്ഷം ആണ് ചൈനയിലെ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായത്. അതേസമയം US-ൻ്റേത് 5.7 lakhs ഉള്ളൂ, 5.7 ലക്ഷം. അപ്പോൾ നമ്മൾ 5.7 ലക്ഷത്തിനടുത്തുണ്ട്. പക്ഷേ ചൈനയുടേതെന്ന് പറഞ്ഞാൽ 68 ലക്ഷമാണ് അവിടുത്തെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിൽക്കുന്നത്. അത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവർ. അപ്പോൾ ഇത്തരം ന്യൂസുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മളുടെ ഇന്ത്യയിലെ ബിസിനസ് ആക്ടിവിറ്റീസ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾക്കൊരു ധാരണ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നതിനനുസരിച്ച് തന്നെയാണോ എന്ന് നോക്കുക, പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക, ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിക്ക് എന്തെങ്കിലും
ഇടിവ് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ദി ഗ്രേറ്റ് ഇന്ത്യൻ സക്സസ് സ്റ്റോറിയാണ് വരാനിരിക്കുന്നത്. അതിനാരും സംശയിക്കേണ്ട. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഉണർവെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ബാങ്ക് ആയാലും അവരൊക്കെ ഇപ്പോൾ നമ്മളുടേതാണ് ഏറ്റവും സ്പീഡിൽ വളരുന്ന എക്കണോമി എന്നുള്ളതിന് സംശയമില്ല. ആ രീതിയിൽ മാത്രമല്ല, ഓരോ വർഷത്തെ പ്രഡിക്ഷൻ അവർ നൽകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മാർക്കറ്റിൽ മുന്നേറുന്ന കാഴ്ചയാണ്, മുന്നേറുന്നതായിട്ടാണ് അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടേതാണ് അടുത്ത ഈ ഒരു 5-10 വർഷം മാർക്കറ്റ് തീർച്ചയായിട്ടും കുതിച്ചു പായുക തന്നെയായിരിക്കും ചെയ്യുക. അസറ്റൊക്കെ ഡബിൾ ചെയ്യാനും ട്രിപ്പിൾ ചെയ്യാനും ഒരുപാട് കാലമൊന്നും എടുക്കില്ല. ഒരു 2035 വരെ വരുമ്പോഴത്തേക്ക് ഒരു 10 വർഷത്തിനിടയിൽ നമ്മളുടെ GDP ഒക്കെ ഡബിൾ ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ പ്രോഗ്രസ് അനുസരിച്ച് പോകുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു 2 ഷെയറുകൾ, ഇതിന് പറഞ്ഞ ഷെയറുകളാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, അതൊന്ന് നോക്കി വെക്കാവുന്ന ഒരു ഷെയറാണ്. കാരണം അതിൻ്റെ നല്ല ക്വാർട്ടർലി റിസൾട്ട് വന്നു. അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നല്ല റിസൾട്ട് വരുന്നു. അപ്പോൾ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. 124 രൂപയിലാണ് കിടക്കുന്നത് ഇപ്പോഴത്. 188 രൂപ ഹൈ കാണിച്ചു. അത് ലിസ്റ്റിങ്ങോട് കൂടിയായിരുന്നു ആ ഹൈ വന്നത്. അതിനുശേഷം അത് തുടർച്ചയായി താഴോട്ട് വരികയാണ് ഉണ്ടായത്. പക്ഷേ ബജാജ് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ഷെയറാണ് അതെന്നുള്ളത് നമ്മൾ ഓർക്കണം. അവർ നല്ല രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നവരാണ്. നല്ല റിട്ടേൺ അവർ നൽകിയിട്ടുണ്ട്. അവരുടെ മറ്റ് കമ്പനികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലുണ്ട്. അതിന് ഹൈ കാണിച്ചിരിക്കുന്നത് 188 ലോ 103 വരെ വന്നിരുന്നു. അതിൻ്റെ ഫേസ് വാല്യൂ 10 കേട്ടോ. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ അതിൻ്റെ CAGR ഒക്കെ നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 38.7% ഉണ്ട്. 5 വർഷത്തെ ആവറേജാണ്. അപ്പോൾ ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവർ മാർക്കറ്റ് ലീഡർ എന്ന നിലയിൽ വരുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോഴവർ ഈ ലെവലിൽ, അതായത് ഹൗസിംഗ് ഫിനാൻസിന് മാത്രമായിട്ടുള്ളതിൽ അവർ ലീഡർ തന്നെയാണ്. മറ്റ് മേഖലകളിലെ ഫിനാൻസ് പോലെ തന്നെയല്ല ഇത്. അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ ഉള്ള ഹൗസിംഗ് ഫിനാൻസ് ആണ്. മോർട്ട്ഗേജുകളാണ് അവരുടെ മെയിനായിട്ടുള്ള ലോൺ. ഹൗസിംഗ് ലോണുകൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന ഒരിതാണ് ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിങ്ങിന് വരുന്ന വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം പ്രൈം മിനിസ്റ്ററുടെ പദ്ധതിയൊക്കെ അതിന് കൂടുതൽ ഇളവുകളോടെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പെട്ട് കൂടുതൽ ആളുകൾ ഹൗസിങ്ങിന് ലോൺ ഉപയോഗിക്കുകയും ഹൗസിംഗ് ലോൺ കമ്പനികൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടുകയും ചെയ്യുമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൗസിംഗ് ഫിനാൻസ് മേഖലയിൽ ബജാജിൻ്റെ ഈ എൻട്രി വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അതിനെ ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിസർച്ച് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിക്ഷേപിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ പണമാണ്. അതിനനുസരിച്ച് നോക്കുക. മറ്റൊന്ന് നമ്മൾ പിരമാൾ ഫാർമയാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ 238 ഒക്കെ ഉള്ളപ്പോഴും പറഞ്ഞിരുന്നതാണ്. അതിപ്പോൾ 205 ലെവലിലാണ് വന്നിരിക്കുന്നത്. നല്ല റിസൾട്ട് തന്നു. അതുപോലെ തന്നെ അതിനുള്ള $90 മില്യൺ വികസന പദ്ധതികൾ അത് US ഏറ്റെടുത്തിരിക്കുകയാണ്, തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈറ്റ് എക്സ്പാൻഷൻ ആയിട്ട് $90 മില്യൺ അവർ ചിലവാക്കുന്നു. ഇതിന് വേറൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താരിഫൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയപ്പെടുമ്പോഴും അങ്ങനെ ഒരു ഭയപ്പാടില്ലാത്ത ഒരു കമ്പനിയാണ് പിരമാൾ ഫാർമ. അവരുടെ ഫെസിലിറ്റീസ് പലതും US അവിടെയാണ് അവർ ഉൽപ്പാദനം നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരം താരിഫിൻ്റെ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ബാധിക്കുന്നതല്ല. അവർ കോസ്മെറ്റിക്സിൻ്റെ മേഖലയിലും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്, ഫാർമ മാത്രമല്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് പിരമാൾ ഫാർമ. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 27,161 ഉണ്ട്.
അത് ഹൈ കാണിച്ചിട്ടുള്ളത് 308 ഒരു 5-6 മാസത്തിനിടയിൽ അത് 310 എത്താമെന്ന് പറയുന്നു. 240 245 ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്ത ടാർഗറ്റ് വരിക. അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പഴയ ഹൈ കടന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു, ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പറയുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, അതനുസരിച്ച് നിങ്ങളുടെ റിസർച്ചുകളൊക്കെ നടത്തുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക ഇതിൽ നിക്ഷേപിക്കണോ എന്ന്. അപ്പോൾ ഞാൻ ഈ തവണ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു 3 ഷെയറുകളെ ശ്രദ്ധിക്കാനാണ്. ആ ഷെയറുകൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്, പിരമാൾ ഫാർമയാണ്, ITC ഹോട്ടൽസ് ആണ്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഓരോ സെക്ടറിനും ഓരോ പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. ഹൗസിംഗ് ഫിനാൻസിന്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ഫാർമ, ഇതിനൊക്കെയുള്ള പ്രത്യേകതകളിൽ അല്പാൽപ്പം മികച്ചു നിൽക്കാൻ സാധ്യതയുള്ള 3 ഷെയറുകളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ നിക്ഷേപ താല്പര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, എന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇട്ട് നോക്കി ഒന്ന് സഹായിക്കുക. അതിന് പ്രത്യേകിച്ച് വേറെ മുടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. അടുത്ത ഇതിൽ വരുന്നവരെ നമസ്കാരം.